നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റ് ഒരു ചാറ്റും ഡിലീറ്റ് ആവാതെ നമുക്ക് നമ്മുടെ പുതിയ ഫോണിലേക്ക് എങ്ങനെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് വഴി അല്ലാതെ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. പഴയ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ചാറ്റ് എന്ന് കാണാം. ഈ ചാറ്റ് ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ട്രാൻസ്ഫർ ചാറ്റ്സ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യാമറ വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുതിയ ഫോൺ എടുക്കുക. പുതിയ ഫോൺ എടുത്തതിന് ശേഷം വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. അതിലിങ്ങനെ എഗ്രി നമ്പർ എന്ന് കൊടുക്കാനുണ്ടാവും. ഈ എഗ്രി കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ഫോൺ നമ്പർ ഏത് നമ്പറാണോ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ടോട്ടലായിട്ട് വേണ്ടത് ആ നമ്പർ ഇവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ട്സ് കാണാം. എൻട്രി യുവർ ഫോൺ നമ്പർ എന്ന് കാണാം. ഈ 3 ഡോട്ട്സ് കാണാം. ഇതിൽ ക്ലിക്ക് ലിങ്ക് ആസ് കമ്പനി ആൻഡ് ഡിവൈസ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു QR കോഡ് കാണും. ആ QR കോഡ് നിങ്ങളുടെ ഓൾഡ് ഫോൺ നിങ്ങളുടെ പഴയ ഫോൺ ഇതേപോലെ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ സ്കാൻ ചെയ്യുകയാണോ നിങ്ങൾക്ക് പുതിയ ഫോണിൽ വേണ്ടത് ആ നമ്പർ അതിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു QR കോഡ് ഇതേപോലെ കിട്ടും. ഓൾഡ് ഫോൺ എന്ന് കാണാം. അതിനുശേഷം നിങ്ങൾ ഓൾഡ് ഫോൺ നിങ്ങൾ ഇതേപോലെ ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിലെ ടോട്ടലായിട്ടുള്ള ചാറ്റ് നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് മാറുന്നതായിട്ട് കാണാം. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ആപ്പ് സെറ്റ് കൊടുക്കുക. ഈ ഗാലക്സി M31s ആണ് ഈ ഫോൺ. നിങ്ങൾ ആപ്പ് സെറ്റ് ഒന്ന് കൊടുത്ത് മാത്രം മതി. ഇതിലെ ചാറ്റും ആ വാട്സപ്പും അതിലേക്ക് ഒരു ചാറ്റും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോർ ആവുന്നതായിട്ട് കാണാം, സെർച്ച് ആവുന്നതായിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡൺ ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ കംപ്ലീറ്റ്. ഇനി അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് അതിൻ്റെ പേര് നിങ്ങൾ എന്താണ് പേര് ടൈപ്പ് ചെയ്യേണ്ടത് ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ആ ഫോണിലെ ആഡ് ഇമെയിൽ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തതിന് ശേഷം ആ ഫോണിലെ ചാറ്റ് മുഴുവനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.